കിടുകിടു കിടുക്കാച്ചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാൾ അവിടെ ഫോണിൽ കളിച്ചുകൊണ്ട് കിടക്കണ്, ഒരാൾ ഉറങ്ങണ്, ഇയാൾ എഴുന്നേറ്റിട്ടില്ല തോന്നുന്നു. പിന്നെ ഒരാൾ ഇവിടെ എന്താണ് ഇന്ന് സ്പെഷ്യലുമോ? ഓ, ഉപ്പുമാവാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതെന്താ പായസത്തിന്റെ ക്ലാസ് വരുന്നു ഗൈസ്. ഉപ്പുമാവിற்கு വേണ്ട സാധനങ്ങളാണിത്. വേപ്പില, പായസം കുടിച്ചിട്ടുണ്ട് രാവിലെ തന്നെ. വലിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, ക്യാരറ്റ്, ചെറിയ ഉള്ളി. ഇതാണ് നമ്മൾ റോസ്റ്റ് ചെയ്ത ഉപ്പുമാവ് അല്ലേ? റോസ്റ്റഡ് റവയാണ്. അപ്പോൾ ഇത് വറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വിധം നമ്മൾ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ രാവിലെ പോയിട്ട് കുറച്ച് ബീഫ് വാങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറി വെക്കാം, അതും കാണിക്കാം അടുത്ത വീഡിയോയിൽ. ബീഫും കൂടെ എന്താ നമ്മൾ ഉണ്ടാക്കുമോ? ചെറിയ നെയ്ച്ചോറാ? ബീഫ് ഫ്രൈയും മോര് കറിയും. അതിലേക്ക് എന്ത് സാധാ ചോറാ? ഓക്കെ, നോ പ്രോബ്ലം, അക്സെപ്റ്റ്. എന്നതായിരിക്കും. അല്ലെങ്കിൽ ബീഫ് കറി നെയ്ച്ചോറും നിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. എനിക്കെല്ലാം ഓക്കെ. ഓക്കെ, ഗൈസ്. അപ്പോൾ എല്ലാ സാധനങ്ങളും കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉള്ളി, ചെറിയ ഉള്ളി, വേപ്പില, വറ്റൽമുളക്, ഇഞ്ചി, പച്ചമുളക്, ക്യാരറ്റ്. ഇനി കുറച്ച് ഉഴുന്ന് നമ്മൾ അതിൽ പാനിലിട്ട് വാട്ടിയിട്ടാണ് തയ്യാറാക്കുക. നമ്മൾ കുറച്ച് ഒരു കഷ്ണം ഡാൾഡ ഇതിലിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കടക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കുറച്ച് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കണം. ഉലുവല്ല, ഉയർന്ന് സോറി ഗൈസ്. ചെറിയ ഉള്ളി ആഡ് ചെയ്തു. ഉലുവ ബ്രൗൺ നിറായി കഴിഞ്ഞാൽ ചെറിയ ഉള്ളി ആഡ് ചെയ്യാം. ഉയർന്ന് അത് മറന്നു പോകണം. ഇനി നമ്മൾ വലിയ ഉള്ളി കട്ട് ചെയ്ത് ആഡ് ചെയ്തു. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്യണം കേട്ടോ. ക്യാരറ്റ്, മുളക്, ഇഞ്ചി എല്ലാം ഒരുമിച്ച്. ഇത് നല്ല മൂത്തി വരണേ. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചൂടാക്കിയ വെള്ളാട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എൻ്റെ സുമാറാണ്. പൊടിക്കനുസരിച്ച് സുമാറ് കലക്കും, അതനുസരിച്ച് അളവ്. ഇനി നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. നമ്മൾ പൊടി ഇട്ട് വന്നിട്ട് വെള്ളം കുറവുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ഒഴിക്കും. അങ്ങനെ പാകാക്കി എടുക്കും. അതാണ് നമ്മളെ അളവ്. എല്ലാരും അങ്ങനെ തന്നെയാണോ? അപ്പൊ ഉണ്ടാക്കണ എല്ലാവരും എന്തായാലും ഇപ്പൊ ഇത് കുറെ കാലത്ത് ആദ്യമായിട്ട് പോകുമ്പോഴല്ലേ മാവ് ഉണ്ടാക്കലുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള കോഴിക്കളെ വിട്ടിട്ടില്ലേ? സിയാമ് വന്നു. വെള്ളം തിളച്ചു വന്ന് പൊടി അടയാണ്. അതുമ്പോ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്നാ പറഞ്ഞത്.
അപ്പോൾ ഗൈസ് നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചക്ക് ബീഫ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് വരാം. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.